ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്കും അതായത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ അസിസ്റ്റന്റും അതുപോലെ LD ടൈപ്പിസ്റ്റ് പരീക്ഷയും വ്യത്യസ്തമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ, അതോ സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സിലബസിന്റെ നമ്മളൊരു ഇവാലുവേഷനോ അതുപോലെ പരീക്ഷ നമ്മൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ പരീക്ഷയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു കൃത്യമായിട്ടുള്ള അസംഷനാണ് നോക്കുന്നത് മക്കളെ. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് പരീക്ഷ കുറച്ചും കൂടെ ടഫായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും റീസെന്റ് ആയിട്ട് PSCയുടെ പരീക്ഷയുടെ രീതികളിൽ കാണപ്പെടുന്നത് വളരെ വലിയ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളുടെ ലെങ്ത് കൂടുതലാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു 3-4 ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഒരു പേജിൽ കാണാൻ കഴിയുക. ചില പേജുകളിൽ 2 ചോദ്യങ്ങൾ വെച്ച് പോലും നിറച്ച പേജുകൾ പോലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേജുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ PSCയുടെ വഴി എന്ന് പറയുമ്പോൾ. കാരണം ഈ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതി തീരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴും സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ് മക്കളെ. പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ചില ചോദ്യം കാണുമ്പോഴത്തേക്ക് ഇത് എഴുതണോ വേണ്ടയോ, അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് എങ്ങനെ എഴുതാം, ചിലപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം അങ്ങനെയായിരിക്കും അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചുകൊണ്ട് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എലിമിനേഷൻ ടെക്നിക്ക് എല്ലാം നമുക്ക് ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചു തരും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ നമുക്ക് ഉത്തരം എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും പഠിച്ച ഒരാൾക്ക് ഇത് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു അവബോധം, ആ അവബോധം കൂടെ ഉണ്ടാക്കിയെടുക്കലാണ് ഈ പരീക്ഷാ പരിശീലനം എന്ന് പറയുമ്പോഴത്തേക്കും. അതിലേക്ക് കൂടെയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു പരീക്ഷ തന്നെ ആയിരിക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചാണ് നടത്തുന്നതെങ്കിൽ. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് സിലബസിൽ നമ്മൾ എന്തായാലും കടന്നു പോകണം. ഏറ്റവും റീസെന്റ് ആയിട്ട് കടന്നു പോയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സിലബസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇവിടെ ഫോളോ ചെയ്യാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും 10 മാർക്കിന്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് 40 മാർക്കിന്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനും, റീജിയണൽ ലാംഗ്വേജ് മലയാളമാകട്ടെ കന്നഡ ആവട്ടെ തമിഴ് ആവട്ടെ 20 മാർക്കിന്. അങ്ങനെ തന്നെയായിരിക്കും, സംശയമൊന്നും വേണ്ട. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം നമ്മുടെ കഴിഞ്ഞ ഏറ്റവും റീസെന്റ് സിലബസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 10 മാർക്കിന്റെ മേഖല നമ്മളൊരു കാരണവശാലും വില കുറച്ച് കാണാൻ പാടില്ല മക്കളെ. അപ്പോൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, അതിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽ, റിവർ, ഫേമസ് സൈറ്റ്സ് എക്സെട്ര. ഡെമോഗ്രാഫി പഠിക്കണം. അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരീഡ് ഫ്രം 1957 to 1947 വരെയുള്ള നാഷണൽ മൂവ്മെന്റും അതുപോലെ 5 ഇയർ പ്ലാൻസും അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കണം. നമുക്ക് 5 പ്ലാൻസ് എന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ്. അതുപോലെ ഫാക്ട്സ് അബൌട്ട് കേരളത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അതിനോടൊപ്പം നമുക്ക് അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ജിയോഗ്രഫിക്കൽ ഫാക്ട്സ് ആണ് വരുന്നത്. അതിനോടൊപ്പം റിനൈസൻസ് ആണ് അടുത്ത് വരുന്നത്. റിനൈസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വളരെ വലിയൊരു ഏരിയ ആണ്. പക്ഷെ നമുക്കിവിടെ ദൈവം സഹായിച്ച് ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദ, തൈക്കാട് അയ്യ വൈകുണ്ഠർ, പൊയ്കേൽ യോഹനാൻ, കുമാരഗുരു അതുപോലെ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT, അതുപോലെ ഡോക്ടർ പൽപ്പ്, കുമാരനാശൻ, വക്കം മൗലവി, ബ്ലസ്ഡ് കുര്യാക്കോ, സേലിയസ് ചാവറ, ഇത്ര പേരാണ് പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ബാക്കി കൂടെ നമ്മൾ നോക്കിപ്പോവും. ഓക്കെ, പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് വേൾഡ് നാഷണൽ റിലീജിയൻ ഇവന്റ്സ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ ആൻഡ് സയന്റിഫിക് ഫീൽഡ്സ്, സ്പോർട്സ്, സിനിമ ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ സ്പോർട്സ്, സിനിമ, ലിറ്ററേച്ചർ, അതുപോലെ സയന്റിഫിക് ഫീൽഡ്, പൊളിറ്റിക്കൽ ഫീൽഡ്, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സും കൃത്യമായിട്ട് നമുക്ക് ചോദിക്കും. 10 മാർക്കിന്റെ മേഖല വില കുറച്ച് കാണാൻ പാടില്ല. അടുത്ത് നോക്കാം മക്കളെ, 40 മാർക്കിന്റെ മേഖലയാണ്. നേരത്തെ ആണെങ്കിൽ നമുക്ക് സിലബസ് തിരിച്ച് തരായിരുന്നു. ഇവിടെ നമുക്കറിയാം ഏറ്റവും റീസെന്റ് ആയിട്ട് 40 മാർക്കിനുള്ള വേർഡ് പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം വരുന്നത് ബേസിക്സ് കമ്പ്യൂട്ടറാണ് വരുന്നത്. കമ്പ്യൂട്ടറിനകത്ത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ടിൽ ഏതുവരെ യൂണിക്കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ് വരെ നമുക്ക് നോക്കാനുണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും വേർഡ് പ്രോസസ്സിംഗിൽ നമുക്ക് MS വേർഡ് ആണ് ആദ്യം പോകുന്നത്. വളരെ വിശാലമായിട്ടാണ് നമുക്ക് വേർഡ് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു 14-15 ചോദ്യങ്ങളോളം വേർഡിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാലോടാ, വേർഡും നമുക്ക് ഈ പറഞ്ഞ പോലെ MS വേർഡിന്റെ പാക്കേജ് ആയിട്ടാണ് വരുന്നത് അല്ലേ, MS ഓഫീസ് പാക്കേജ്. ആ പാക്കേജ് തന്നെയാണ് എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആ 2 പഠിക്കുമ്പോഴത്തേക്കും ഇൻട്രൊഡക്ഷൻ ടു എക്സൽ എക്സലിന്റെ ഇൻട്രൊഡക്ഷൻ, അതിനകത്ത് നമുക്ക് ആഡിങ്, റിമൂവിങ്, വർക്ക് ബുക്ക്, റോസ്, കോളംസ്, ഫോർമാറ്റിംഗ്, എല്ലാ കാര്യങ്ങളും നോക്കി പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മുടെ ഡെയിലി ഉള്ള റെക്കോർഡ് ക്ലാസ് കാണുക. അതിനോടൊപ്പം പ്രാക്ടിക്കൽ ലൈവ് ക്ലാസ് ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ലൈവ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതിനോടൊപ്പം പരീക്ഷ എഴുതുക. പരീക്ഷ കൃത്യമായിട്ട് എഴുതി പോവുക. പരീക്ഷ നമ്മൾ ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ച് ചോദിക്കും. അപ്പോൾ അത് എഴുതിയുള്ള പ്രാക്ടീസിന് മാത്രമേ നമ്മൾ അഗ്രഗണ്യരാക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് നോക്കാം മക്കളെ,
മക്കളെ പവർ പോയിന്റ് ആണ്. അത് നമുക്ക് നേരത്തെ 10 മാർക്കിനായിരുന്നു, ഇപ്പൊ നമുക്ക് 8 മാർക്ക് 7 മാർക്കിനൊക്കെ ചോദിക്കുന്നുള്ളൂ. എന്തായാലും അതും ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കുക. അപ്പോൾ വേർഡ് പഠിക്കുന്നതിലൂടെ പവർ പോയിന്റ് എക്സൽ നല്ലൊരു ശതമാനം പഠിച്ചു കഴിഞ്ഞു. ബാക്കി നമുക്ക് എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ മാത്രം നമുക്ക് രണ്ടിലും പഠിച്ചാൽ മതി അല്ലേ. ഓക്കെ, അതിനോടൊപ്പം അടുത്ത് വരുന്ന 10 മാർക്കിന്റെ ടൈപ്പ് റൈറ്റിംഗ്, അത് നിങ്ങൾ എനിക്ക് വിട്ടേക്കുന്ന കാര്യമാണ് അല്ലേ. 10 മാർക്ക് നമ്മൾ ഇപ്പോൾ അടുത്ത് നടക്കുന്ന എല്ലാ പരീക്ഷകളിലും സഹകാരി കുട്ടികൾ 10-ൽ 10 ഈസി ആയിട്ട് സ്കോർ ചെയ്ത് പോകാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താ മക്കളെ, എന്താ? നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങും അല്ലേ. റാങ്ക് ഫയലിന്റെ കുറ്റം പറയല്ല ഞാൻ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കുറ്റം പറയല്ല. പൊതുവേ നമ്മുടെ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റാങ്ക് ഫയൽ നമ്മുടെ കയ്യിലുണ്ട്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി റാങ്ക് ഫയൽ മേടിച്ച് അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എല്ലാം ആയി എന്നൊരു തോന്നല് നോർമലി ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം 50 മാർക്ക് നമ്മൾ തൊട്ടില്ല, നമുക്കറിയാം. പക്ഷെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കബളിപ്പിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ സംഭവിക്കും. അപ്പൊ നിങ്ങൾ റാങ്ക് ഫയൽ മേടിച്ച് നോക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ 50 ആയുള്ളൊന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ബാക്കി 50 കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ നോക്ക്, അതിൽ 20 കിടക്കുന്നത് ജനറൽ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിന്റെ ക്ലാസ് നമുക്ക് വേണ്ടാന്ന് പറയുന്ന പല ടൈപ്പിസ്റ്റ് ആസ്പിരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബാക്കി 50-ന് വേണ്ടിയിട്ട് ഈ ഉള്ള കാലം മൊത്തം പഠിക്കും, എന്നിട്ട് അവിടെ നിന്ന് 45 മാർക്ക് മേടിച്ചുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോണ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, ആ അബദ്ധം നിങ്ങളായിട്ട് കാണിക്കരുത്. 20 മാർക്കിന്റെ ഇംഗ്ലീഷ് പഠിച്ച് തന്നെ ആകണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ ആകണം. എടാ, ഡിഗ്രി ലെവലും പഠിക്കുന്ന ആൾക്കാരൊക്കെ, ഏത് ലെവൽ പരീക്ഷ പഠിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കിടന്ന് പാടുന്ന കഷ്ടപ്പാടും കണ്ടിട്ടാണ് നിങ്ങൾ. എന്നിട്ട് നമുക്ക് പലപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. സ്കോർ ചെയ്യാൻ പറ്റും, പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. കളയരുത്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 20 മാർക്കിനാണ് ഇംഗ്ലീഷ് കിടക്കുന്നത്. അതുപോലെ നോക്കടാ, അടുത്ത എന്താണ് വരുന്നത്? അടുത്ത് വരുന്നത് നമുക്ക് മലയാളമാണല്ലേ. അതിനകത്ത് തന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ ആണെങ്കിൽ യൂസേജ്, ഡേ ടു ഡേ അഫേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ, അതുപോലെ ബേസിക് ഗ്രാമർ നമുക്ക് ഏതൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, സ്പെൽ ചെക്ക്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ റീജിയണൽ ലാംഗ്വേജിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുകൾ, ഘടകപദം, വാക്യം ചേർത്ത്. പ്രധാനമായിട്ട് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. പഠിച്ചെഴുതുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസാണ് നമുക്ക് പ്രധാനമായിട്ടും മലയാളത്തിന് ആവശ്യം, കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഈ 40 മാർക്കിനെ ക്രാക്ക് ചെയ്യാതെ നിങ്ങൾ ഈ ജോലി മേടിക്കാൻ നടക്കുക ഉള്ള കാര്യം പറഞ്ഞോളൂ. അപ്പൊ ഈ 40 മാർക്കിന് വളരെ വലിയ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 50-ൽ 48, 49 മേടിച്ചാൽ ചിലപ്പോൾ ലിസ്റ്റിൽ വരില്ല. മനസ്സിലായി പറഞ്ഞത്? അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ നിങ്ങൾ മുൻവിധികളൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരിക. പരീക്ഷയെ അനലൈസ് ചെയ്യുക, പരീക്ഷാ പേപ്പറുകൾ അനലൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ നമ്മുടെ ശക്തിയും നമ്മുടെ ദൗർബല്യവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രാക്ടീസിന് മാത്രമേ നമ്മളെ എക്സലന്റ് ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു, നമ്മളെ ബാക്കിലോട്ട് അയക്കാൻ, ഇത് ചോദിക്കില്ല, ഇത് വരില്ല, ഇതിന് പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു 100 ആൾക്കാരുണ്ടായിരിക്കും. അവരോടൊക്കെ പോകാൻ പറ. എനിക്കുള്ള ഒരു വേക്കൻസി അവിടെ ഉണ്ട്, അതിനു വേണ്ടി ഞാൻ പഠിക്കും. എനിക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്ന 2026 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ തയ്യാറുള്ളവരെ കയറി വാ, പഠിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വിൻ ചെയ്യാം. കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെ 1ാം റാങ്ക് അടക്കം നമുക്ക് സ്വന്തമായിക്കൊണ്ട് മുന്നോട്ട് വരാം മക്കളെ. സഹകാരി കൂടെ ഉണ്ട്, നമുക്ക് കയറി വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം.